ഇന്ന് ഇറാന്റെ IRGC അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ട അറ്റാക്ക് ഡ്രോണായ MQ-9 റീപ്പർ എന്നറിയപ്പെടുന്ന ഡ്രോൺ വെടിവെച്ച് വീഴ്ത്തിയിരിക്കുകയാണ്. ഇറാന്റെ വ്യോമ മേഖലയിലേക്ക് കടന്ന ഡ്രോണിനെയാണ് ഇറാൻ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അതേസമയം ഇറാന്റെ വ്യോമ മേഖലയിലേക്ക് കടന്ന മറ്റൊരു F-35 യുദ്ധവിമാനം, അതുപോലെ RQ-4 എന്നറിയപ്പെടുന്ന ഡ്രോൺ, ഇതിനെതിരെയും മുന്നറിയിപ്പ് നൽകുകയും മിസൈൽ അയക്കുകയും ചെയ്തതോടുകൂടെ ഇറാന്റെ വ്യോമ മേഖലകളിൽ നിന്ന് F-35 അടക്കമുള്ള യുദ്ധവിമാനം രക്ഷപ്പെടുകയായിരുന്നു. എന്തായിരുന്നാലും അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം വീണ്ടും പുനരാരംഭിക്കുമോ എന്ന ആശങ്കയാണ് പ്രവിശ്യയിൽ പടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഇറാന്റെ സ്പീഡ് ബോട്ടിന് ആക്രമണം നടത്തുകയും അതിന് മറുപടിയായി അമേരിക്കയുടെ പടക്കപ്പലുകൾക്ക് നേരെ കപ്പൽ വേദ മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ തിരിച്ചടിക്കുകയും ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇസ്രയേലിന്റെ നിലനിൽപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്നാണ്. അതായത് കഴിഞ്ഞ ദിവസമാണ് ഇസ്രയേൽ ആക്രമണത്തിന് വേണ്ടി തന്നെ തയ്യാറെടുക്കുകയാണ്, സമാധാന ചർച്ചകൾക്കൊന്നും ആവുകയില്ല എന്ന രീതിയിലാണ് ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചത്. ഹിസ്ബുള്ളയുമായി ഉള്ള വെടിനിർത്തൽ, ഇറാനുമായി ഏതൊരു വെടിനിർത്തലിലേക്ക് കടന്നു വരികയാണെങ്കിലും അതിൽ ഹിസ്ബുള്ളയുടെ വെടിനിർത്തലും ഉൾക്കൊള്ളുമെന്നാണ് ഇറാൻ വാദിച്ചത്. എന്നാൽ ഇതിനെ തള്ളിക്കൊണ്ടാണ് നെതന്യാഹു രംഗത്ത് വന്നത്. ഹിസ്ബുള്ളയുമായി വെടിനിർത്തുകയല്ല, കൂടുതൽ വെടിവെപ്പ് ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്നാണ് നെതന്യാഹു പ്രഖ്യാപിച്ചത്. എന്നാൽ അതിനുള്ള മറുപടി ആയിട്ടാണ് ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ കാംനയി ഇപ്പോൾ എങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഇസ്രയേലിന്റെ നിലനിൽപ്പിന്റെ അവസാന ഘട്ടത്തിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന്.